സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വം ചോദ്യം ചെയ്താൽ ഒരമ്മയ്ക്കും അത് സഹിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഭർത്താവും ബന്ധുക്കളും ഈ പേരും പറഞ്ഞ് മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചാൽ ഏതൊരു സ്ത്രീയും തകർന്നു പോകും. കാസർഗോഡ് മൂളിയാർ സ്വദേശിനി ബിന്ദു ഭർത്തൃ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഇതെല്ലാം കേട്ട് സഹിച്ച് മടുത്തിട്ടാണ്. ഇടുക്കി തൊടുപുഴയിലെ ഭർത്തൃ വീട്ടിൽ നിന്ന് സ്വന്തം ഭവനത്തിലെത്തിയിട്ടും അപമാനവും പീഡനവും തുടർന്നു. ഒടുവിൽ 4 മാസം പ്രായമുള്ള മകളെ കൊലപ്പെടുത്തി യുവതി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഭർത്താവിൻ്റെയും മാതാപിതാക്കളുടെയും മാനസിക പീഡനമാണ് മരണകാരണമെന്ന് ബിന്ദുവിൻ്റെ കുടുംബം ആരോപിക്കുന്നു. മുളിയാർ, കൊപ്പാളം, കൊച്ചി പട്ടികജാതി കോളനിയിലെ ബിന്ദുവാണ് 4 മാസം പ്രായമായ മകൾ ശ്രീനന്ദയെ കൊലപ്പെടുത്തി വീട്ടുമുറ്റത്തെ മരത്തിൽ തൂങ്ങി മരിച്ചത്. ബിന്ദുവിന്റെ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു. കുട്ടിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ അബോധാവസ്ഥയിൽ കണ്ട് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഇവരുടെ മൂത്ത കുട്ടി ശ്രീഹരി വീട്ടിലുണ്ടായിരുന്നു. ഇടുക്കി തൊടുപുഴ സ്വദേശി ശരത്തിന്റെ ഭാര്യയാണ് ബിന്ദു. ഇയാൾ വിദേശത്താണ്. 2 ദിവസം മുൻപാണ് ബിന്ദു സ്വന്തം വീട്ടിലെത്തിയത്. 6 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. സംഭവത്തിൽ ഭർത്താവും കുടുംബവും മകളെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി ബിന്ദുവിന്റെ പിതാവ് രാമചന്ദ്രൻ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെയും ഭർത്തൃമാതാവ് വിളിച്ച് മോശമായി സംസാരിച്ചതായും പിതാവ് പറയുന്നു. തെറ്റ് ചെയ്തില്ലെന്ന് കാലുപിടിച്ച് പറഞ്ഞിട്ടും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഭർത്താവ് ശരത്തും ബിന്ദുവിനെ മാനസിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പിതാവിന്റെ പരാതി. എല്ലാ വർഷവും ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരും, ഓണത്തിനും വിഷുവിനുമൊക്കെ. അതുപോലെ ഇപ്രാവശ്യവും കൂട്ടിക്കൊണ്ട് വന്നാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. അച്ഛനും അമ്മയും അവരുടെ ഭർത്താവും കൂടെ അവളെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തോ അവരുടെ ലവറുണ്ടെന്നോ അവരുടെ മര്യാദ പോയെന്നൊക്കെ സംസാരിച്ചിട്ട് അവളെ നീ എവിടെയെങ്കിലും പോയി ചത്തുകളയെന്നവരെ പറഞ്ഞു. എനിക്ക് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ മോളിങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് ഇനി ഇവിടെ നിർത്തണ്ട, അങ്ങ് പറഞ്ഞു വിടുവാണ്, വിഷു കഴിഞ്ഞാലും ഇങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഫോണിൽ വിളിച്ച് പറഞ്ഞ് ആ കൊച്ചു പോലും സരസ്വതിൻ്റെ ആണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ അവൾ കേട്ടോണ്ടിരിക്കുക. അവിടെ ഒന്നും വേണ്ടിയില്ല, കുഞ്ഞിന് തീറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എന്ത് ചെയ്യാൻ, അത് കേട്ടോണ്ട് പോയിട്ടാണ് അവൾക്ക് ഞാൻ എന്നെ വേദനിപ്പിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. നമ്മളങ്ങനെ കഴിഞ്ഞത്. സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. മൃതദേഹങ്ങൾ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് 18 കാസർഗോഡ്.